+1 മാത്സ് ലാബ് 12. ഇതിനകത്ത് പ്രധാനമായും 4 ആക്ടിവിറ്റീസാണ് പറയുന്നത്. ഒന്നാമത്തെ ലാബിൻ്റെ പേര് ബേസിസ് ഓഫ് 3D എന്നാണ്. അതിൻ്റെ ആക്ടിവിറ്റി 12.1 എന്ന് പറയുന്നത് ഒക്ടൻ്റാണ്. ഒക്ടൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണിത്. ഇവിടെയും നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നിരിക്കുന്ന ഒരു അപ്ലെറ്റാണ് ML 12.1. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അത് കോർഡിനേറ്റ് ആക്സസ് ഉണ്ട്, കോർഡിനേറ്റ് പ്ലെയിൻ ഉണ്ട്, അതുപോലെ അതിൻ്റെ ഒക്ടൻറ്റിൻ്റെ നെയിമും അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് വി ക്യാൻ റൊട്ടേറ്റിന് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഇതിനകത്ത് ഈ അപ്ലെറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. എന്നിട്ട് ഞാൻ ആ 12.1 എന്ന് പറയുന്ന അപ്ലെറ്റ് തന്നെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 12.1 എന്ന് പറയുന്ന അപ്ലെറ്റ്. അപ്പോൾ ഇത് ഒറിജിൻ കാണാം. ഓരോന്നും നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് പോസിറ്റീവ് ആക്സസ് നെയിം, പോസിറ്റീവ് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ് ആക്സസ് നെയിമും ഓരോ ആക്സസിൻ്റെ നെഗറ്റീവ് പാർട്ടാണ് കാണിക്കുന്നത്. കോർഡിനേറ്റ് പ്ലെയിൻ, ഇത് പ്ലെയിനാണ്, അത് കോർഡിനേറ്റ് നെയിം, ഒക്ടൻറ്റിൻ്റെ നെയിം. ഇതിൻ്റെ ട്രാൻസ്പാരൻസി കാണിക്കാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ ട്രാൻസ്പാരൻസി കാണിക്കാൻ വേണ്ടിയുള്ളതാണിത്. അപ്പോൾ ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഏത് ഡയറക്ഷൻ വേണം റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഒക്ടൻറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്, ഇങ്ങനെ നമുക്ക് ഓരോ ഡയറക്ഷനിലുള്ള നമുക്ക് എല്ലാ ഒക്ടൻറ്റിനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഇപ്പോൾ ഇതിന് ഏത് ഡയറക്ഷനും നമുക്ക് മാറ്റി മനസ്സിലാക്കാൻ നമുക്ക് മാറ്റുമ്പോൾ അറിയാം. ഇത് Z പോസിറ്റീവാണ്, അതുപോലെ താഴോട്ട് Z നെഗറ്റീവാണ്. അതിനുശേഷം നമുക്ക് നോക്കാം. അടുത്ത് പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സം പോയിന്റ് ലൈ ഓൺ ദി X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ് ആൻഡ് പ്ലോട്ട് ദം യൂസിങ് ഇൻപുട്ട് ബോക്സസ്. ഇപ്പോൾ X ആക്സിലാണെങ്കിൽ S കോർഡിനേറ്റ് വെച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കും. Y ആക്സിസ് ആകുമ്പോൾ Y കോർഡിനേറ്റ് വെച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കും. Z ആക്സിലാണെങ്കിൽ Z കോർഡിനേറ്റ് വെച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കും. അതിനെ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലോട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു X ആക്സിലെ പോയിന്റ് ആണെങ്കിൽ നമുക്കിപ്പം 2,00 എന്ന് കൊടുത്താൽ മതി. നമുക്ക് കാണാൻ നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്താൽ ഇത് കാണാൻ പറ്റാണ്ട് X ആക്സിലെ പോയിൻ്റാണ്. നമ്മുടെ അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കാണാം. ആദ്യം എൻ്റെ ലേബൽ ഷോ ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ നമുക്കവിടെ എൻ്റെ പോയിന്റ് കാണാൻ പറ്റും. ഏതാണ് 200 ആണ്. അപ്പോൾ അതുപോലെ അടുത്ത ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ അടുത്ത 0,2,0 എന്ന് പറയുന്ന പോയിന്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ Z ആക്സിലാണെങ്കിൽ 0,02 എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെ ഓരോ നമുക്ക് ഇതുപോലെ 3 ആക്സിസിൽ ഓരോ പോയിന്റ്. അപ്പോൾ ആക്സിസിലെ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇഫ് എ പോയിന്റ് ലൈ ഓൺ എ കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് എ പോയിന്റ് ലൈസ് ഓൺ എ കോർഡിനേറ്റ് ആക്സിസ് അറ്റ് മോസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് കോർഡിനേറ്റ്സ് ഇസ് 0 നോൺ 0. ഫോർ എക്സാമ്പിൾ X ആക്സിൽ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ A00 എന്ന ഫോമിലായിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഞാൻ കാണിച്ചേക്കുന്നതാണ്. ഇത് 200, 020, 002 എന്ന് പറയുന്നത്. അടുത്ത അവിടെ പറയുന്നത് നോക്കാം. അടുത്ത പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റർ സം പോയിന്റ് ലൈ ഓൺ ദി XY പ്ലെയിൻ, YZ പ്ലെയിൻ, XZ പ്ലെയിൻ ആൻഡ് പ്ലോട്ട് ദം യൂസിങ് ഇൻപുട്ട് കമാൻഡ്. ഇപ്പോൾ നമുക്ക് ഇവിടെ XY പ്ലെയിൻ ആകുമ്പോൾ Z കോർഡിനേറ്റ് 0, YZ പ്ലെയിൻ ആകുമ്പോൾ X കോർഡിനേറ്റ് 0, XZ പ്ലെയിൻ ആകുമ്പോൾ Y കോർഡിനേറ്റ് 0. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് നമുക്ക് കൊടുത്ത് നമുക്കത് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. അത് അപ്പം ഞാൻ 2,3,0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് നമുക്കറിയാം. ഇത് ഏത് പ്ലെയിനിൽ വരുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഈ പ്ലെയിനിലാണ് വരുന്നത്. എക്സിനും ഇതായിരുന്നു പോയിന്റ് എന്ന് പറയുന്നത്. ഷോ ലേബിൾ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇന്നത്തെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ നമുക്ക് ആ പോയിന്റ് കാണാൻ പറ്റും.
ഇതാണ് 520 എന്ന് പറയുന്ന പോയിന്റ്. അവിടെ എക്സ് വൈ പ്ലെയിനിൽ വരുന്നതാണ്. അതുപോലെ നമുക്ക് എക്സ് സെൻഡ് പ്ലെയിൻ ആണെങ്കിൽ അപ്പം 2,0,3 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എക്സ് ഇസഡ് പ്ലെയിനിലാണ് വരുന്നത്. അതുപോലെ എക്സ് വൈ ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ 0,2,3 എന്ന് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോ പ്ലെയിനിലെയും പോയിന്റ്സ് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇത് ട്രാൻസ്പെറൻസി അനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ റൊട്ടേഷൻ നിൽക്കും. അതും പറയുന്നുണ്ട്, ഇഫ് എ പോയിന്റ് ലൈ ഓൺ എ കോർഡിനേറ്റ് പ്ലെയിൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഹിസ് കോർഡിനേറ്റ് ഈസ് 0. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഈ ഫോമിലായിരിക്കും AB 0. അപ്പം വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ അതുപോലെ ഒരു കോർഡിനേറ്റ് 0 ആയിരിക്കും. ഞാൻ മാർക്ക് ചെയ്യുന്ന 3 പോയിന്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് write the coordinates of some points lie in the first, third, fourth, fifth, eighth octant and plot using input command. അപ്പം നമുക്കിവിടെ ആദ്യം മനസ്സിലാക്കണം, ഈ ഓരോ ഒക്ടൻറ്റിലും ഒക്ടൻറ്റ് പറയുമ്പോൾ ഫസ്റ്റ് ഇതാണ്, ഇത് സെക്കൻഡ്. അപ്പം ഫസ്റ്റിൽ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു പോയിന്റ് പറയുവാണെങ്കിൽ ഇവിടെ ഈ പ്ലെയിനും മുകളിലോട്ട് വരുന്ന എല്ലാം ഇസഡ് കോർഡിനേറ്റ് ഉണ്ട്. ഈ ആക്സിസിന്, ഈ കൊടുത്തിരിക്കുന്ന ആക്സിസിന് മുകളിലോട്ട് വരുന്ന ഏതൊരു പോയിന്റിനെയും ഇസഡ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ താഴോട്ട് വരുന്ന ഇസഡ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 1, 2, 3, 4 ഈ 3 ഒക്ടൻറ്റിൽ വരുന്ന പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ഇസഡ് കോർഡിനേറ്റ് പോസിറ്റീവ്, താഴെ കൊടുത്തിരിക്കുന്ന നെഗറ്റീവ്. അപ്പോൾ അത് ആദ്യം മനസ്സിലായി. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് ഇതിനെ ഒന്നുകൂടെ ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഒക്ടൻറ്റ് എന്ന് പറയുന്നത് ഇവിടാണ്. ഇവിടെ എക്സ് പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്, ഇസഡ് പോസിറ്റീവാണ്. അപ്പോൾ ഇത് 3 കോർഡിനേറ്റും പോസിറ്റീവായിരിക്കും. ഇവിടെ വരുമ്പോൾ എക്സ് നെഗറ്റീവായി മാറി, ബാക്കി രണ്ടും പോസിറ്റീവ്. കാരണം ഇത് എക്സിൻ്റെ നെഗറ്റീവ് പാർട്ട് ആയതുകൊണ്ട് എക്സ് നെഗറ്റീവായി മാറി. ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എക്സും വൈയും നെഗറ്റീവാണ്, ഇസഡ് പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ ഇവിടെ എക്സ് പോസിറ്റീവ്, ഇസഡ് പോസിറ്റീവ്, വൈ നെഗറ്റീവായി മാറും. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കി വെച്ചേക്കുക. ഇസഡ് ഇത് 4 ഇസഡ് പോസിറ്റീവാണ് എന്ന് മനസ്സിലാക്കുക. വൈയും എക്സും കൂടെ മാറി വരും. ഇനി അതുപോലെ താഴോട്ട് വരുമ്പോൾ ഇതാണ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഇവിടാണ്. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇസഡ് നെഗറ്റീവാണ്, അതുപോലെ എക്സും വൈയും അവിടെ പോസിറ്റീവാണ്. നോക്കിയാൽ മനസ്സിലാവും. 6th വരുമ്പോൾ ഇസഡും എക്സും നെഗറ്റീവ്, വൈ പോസിറ്റീവാണ്. അതുപോലെ 7th എല്ലാം നെഗറ്റീവ്. 7th വരുമ്പോൾ എല്ലാം നെഗറ്റീവായിരിക്കും. 8th വരുമ്പോൾ എക്സ് പോസിറ്റീവും വൈയും ഇസഡും നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ നെഗറ്റീവും പോസിറ്റീവും വരുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ കോർഡിനേറ്റ്സും എവിടെ വരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുക. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നവരെണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അത് ടൈപ്പ് ചെയ്യാൻ വേണം. ഞാൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്നത് 2, 3, 4 ഈസ് എ പോയിന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് 3 പോസിറ്റീവ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് 3 നെഗറ്റീവ് ആയാൽ 7th 3 പോസിറ്റീവ് ആയാൽ 7th ആണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് 7th ആണ്, തിരുത്തിക്കണം. അതുപോലെ ഇപ്പം ഇത് തേർഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ ആദ്യത്തെ 2 നെഗറ്റീവും 3ാമത് ഇസഡ് പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വരുമ്പോൾ ഇസഡ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ എക്സും വൈയും ആണ് ചിഹ്നങ്ങൾ മാറുന്നത്. രണ്ടും പോസിറ്റീവായ ഫസ്റ്റിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആയാൽ സെക്കൻഡ് ഒക്ടൻ്റ് ആണ്. അതുപോലെ തേർഡിൽ വരുന്നതാണ് 2 എക്സും വൈ നെഗറ്റീവാണ്, വൈ ഇസഡ് പോസിറ്റീവാണ്. അതുപോലെ 4th വരുന്നത് എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്, ഇസഡ് പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത് ഇവിടെ 7th പറയുന്നത് 7th എല്ലാം നെഗറ്റീവാണ്. 8th എക്സ്
പോസിറ്റീവ്, ബാക്കി രണ്ട് നെഗറ്റീവാണ്. ഇനിയിപ്പം ഫിഫ്ത്തിൽ വേണമെങ്കിൽ പറയാം. ഫിഫ്ത്തിൽ എന്ന് പറയുന്നത് എക്സ് പോസിറ്റീവ്, വൈ പോസിറ്റീവ്, ഇസഡ് നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് 1 മുതൽ 4 വരെയുള്ള ഒക്ടൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അവിടെ മാറ്റം, ഇവിടെ ആ ഇസഡ് കോർഡിനേറ്റിന് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ 5 മുതൽ 8 വരെയുള്ള കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. ഇത് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയാണ്. ആ കോർഡിനേറ്റ്സിൻ്റെ സൈൻ എങ്ങനെ വരുമെന്നാണ്. ഫസ്റ്റിൽ ഇങ്ങനെ, സെക്കൻഡിൽ ഇതുപോലെ വരും, തേർഡിൽ ഇങ്ങനെ, ഫോർത്തിൽ, ഫിഫ്ത്തിൽ, സിക്സ്ത്തിൽ, സെവൻത്തിൽ, എയ്ത്തിൽ ഇങ്ങനെ കാണിച്ച് വെക്കാം. അടുത്തത് ആക്ടിവിറ്റി 12.2 ആണ്. 12.2 എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് എ പോയിൻ്റ്. ഒരു പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതും നമ്മൾ ഒരു അപ്ലെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന 12.2 എന്ന് പറയുന്ന അപ്ലെറ്റ്. ഇതിനകത്തും പറയുന്നത് നേരത്തെ ചെയ്ത അതേ ആക്ടിവിറ്റി 12.1 ചെയ്ത കൂട്ട് തന്നെ പറയുന്ന ആക്ടിവിറ്റിയാണ്. ഇവിടെ അഡീഷണലായിട്ട് വരുന്നത് 3 സ്ലൈഡറാണ്, X1, Y1, Z1. അതുപോലെ അത് ഗ്രാഫിക്സ് വ്യൂവിലാണ്. ദ പോയിന്റ് P of X1, Y1, Z1 3D ഗ്രാഫിക്സിൽ വരുന്നുണ്ട്. വി ക്യാൻ ചേഞ്ച് എ പൊസിഷൻ യൂസിങ് സ്ലൈഡേഴ്സ്. അതിന് നമ്മൾ ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആ അപ്ലെറ്റ് 12.2 എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അവിടെ വരുന്ന അപ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒറിജിൻ കാണിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ പോസിറ്റീവ് ആക്സിസ്, നെഗറ്റീവ് ആക്സിസ്, കോർഡിനേറ്റ് പ്ലെയിന്, ഒക്ടൻ്റ് നെയിം എല്ലാം കാണും. ഇപ്പം നമ്മുടെ അടുത്ത് ട്രാൻസ്പെറൻറ്റ് ആക്കണമെങ്കിൽ ഇവിടെ കുറച്ച് കൊടുത്താൽ മതി, ട്രാൻസ്പെറൻറ്റ് ആക്കാം. റീസെറ്റ് 0-ൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒന്നാമത് പറയുന്ന കാര്യം, മൂവ് ദ സ്ലൈഡേഴ്സ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ, ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി പോയിൻറ്റ്സ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ ഇവിടെ കുറച്ച് ഇവിടെ മൂവ്മെൻറ്റ് പറയുകയാണ്. അതനുസരിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മളിവിടെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ആ വൈയും നമുക്കിത് തന്നെ അറിയാം, വൈയും 0, ഇസഡും 0 ആയിട്ടും, എക്സ് മാത്രം y1 0, z1 0 ആണ്. x1 മൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിത് മാത്രം മൂവ് ചെയ്താൽ മതി. നമുക്ക് അറിയാൻ പറ്റും. ഇച്ചിലൂടെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആക്കിയാൽ ആ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഉണ്ട്, അത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നത്. ആ പോയിന്റ് ഇത് എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ അടുത്ത പറയുന്നത് y1 ഉം z1 ആർ കോൺസ്റ്റൻറ്റ്. y1 ഉം z1 ഉം ഇനി കോൺസ്റ്റൻ്റ് ആണ്. x1 മാത്രം മൂവ് ചെയ്യുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റ് പറയുമ്പോൾ y1 ഉം z1 ഉം കോൺസ്റ്റൻറ്റ്, നമുക്ക് ഏതെങ്കിലും നമ്പറിനകത്തോട്ട് വെച്ചാൽ മതി കോൺസ്റ്റൻറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇത് എക്സ് ആക്സിസിന് പാരലായിട്ട് പോവുകയായിരിക്കും. അത് നോക്കിയാൽ മനസ്സിലാവും. ഇത് എക്സ് ആക്സിസ് ആണ്, എക്സ് ആക്സിസിന് പാരലായിട്ടാണ്. ഇത് അറിയണമെങ്കിൽ ആ ട്രേസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കവിടെ പറയാം ആ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടാണ്. പാരൽ ടു എക്സ് ആക്സിസ് എന്ന് പറയാം. അത് ഇതേപോലെ x1 z1 ആണ്. അത് നോക്കാവുന്ന കാര്യമുള്ളൂ. മൂവ് y മാത്രം y1 ആണെങ്കിൽ അത് പാരൽ ടു y ആക്സിസ് ആയിരിക്കും. അതുപോലെ y1 ഉം x1 ഉം മാത്രം അത് ഏതെങ്കിലും കോൺസ്റ്റൻറ്റ് സെറ്റ് ചെയ്യുന്നു. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് z1 മാത്രം മൂവ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കിട്ടുന്നത് പാരൽ ടു z ആക്സിസ് ആയിരിക്കും. ഇത് ഒരെണ്ണം ചെയ്ത് നോക്കുന്നതിന് ബാക്കി ചെയ്യാവുന്ന കാര്യമുള്ളൂ. അടുത്ത ശ്രദ്ധിക്കുക, z1 0 ആക്കിക്കൊണ്ട് x1 ഉം y1 ഉം മൂവ് ചെയ്യുന്നു. ഇത് നോക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് 0 ആക്കാം, റീസെറ്റ് കൊടുത്താൽ പെട്ടെന്ന് 0 ആക്കാം. z 0 ആക്കിക്കൊണ്ട് ഇത് രണ്ടും മൂവ് ചെയ്യണം. അത് മൂവ് ചെയ്ത് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അനിമേഷൻ കൊടുക്കുക. ഇതും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അനിമേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇത് മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. ഉണ്ടോ ഒരു പ്ലെയിൻ, ഇത് എക്സ് വൈ പ്ലെയിനിൽ മാത്രമായി, കാരണം ഇസഡ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് വൈ പ്ലെയിനിൽ മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. നമുക്കത് അറിയാൻ പറ്റും. ഉണ്ടോ ആ ഒരു പ്ലെയിനിൽ മാത്രമേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. അനിമേഷൻ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അതുപോലെ പറയാവുന്നതാണ്. അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് മൂവ്സ് എലോങ് എക്സ് വൈ പ്ലെയിൻ. അതുപോലെ ഇസഡ് =2 സെറ്റ് ചെയ്യുന്നു, എക്സും വൈയും ചെയ്യുന്നു. അത് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇസഡ് 2 സെറ്റ് ചെയ്യുക, 2-ലോട്ട് മാറ്റിയിട്ട് എന്നിട്ട് ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നു.
അപ്പോൾ കിട്ടുന്നത് ഞാൻ കൺട്രോൾ ഓഫ് കൊടുക്കുമ്പോൾ ഒരു അപ്പോൾ നമുക്കറിയാം ആ 2 യൂണിറ്റ്സ് ഡിസ്റ്റൻസിൽ അത് XY പ്ലെയിനിന് പാരലായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഉണ്ടോ ആ 2 ഡിസ്റ്റൻസ് നമുക്ക് ഞാൻ പറയാം മൂവ് പാരലൽ ടു XY പ്ലെയിൻ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 2 യൂണിറ്റ്സ് ഫ്രം ഇറ്റ്. ഇപ്പോൾ 3 ആയ 3 യൂണിറ്റ്സ് എന്ന് പറയാൻ പറ്റും. അടുത്ത y1 = 0 എന്നിട്ട് മൂവ് x1 ആൻഡ് z1. y1 = 0 ആയി നമ്മളിവിടെ ചെയ്തിട്ട് കൂട്ട് തന്നെ y1 0 ആകുമ്പോൾ ഇത് XZ പ്ലെയിൻ പ്ലെയിനിന് പാരലായിട്ടായിരിക്കും ഇത്, അല്ലെങ്കിൽ XZ പ്ലെയിനിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ അനിമേഷൻ കൊടുക്കുമ്പം ഇത് രണ്ടിനും അനിമേഷൻ കൊടുത്താൽ മതി. ഇത് 0 ആക്കണം. പിന്നെ y കോൺസ്റ്റൻ്റ് ആക്കും. y1 കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലെ x1ഉം z1ഉം മൂവ് ചെയ്യുന്നു. ഇത് കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ഇത് രണ്ടും മൂവ് ചെയ്യുന്നു. ഇത് അനിമേഷൻ കൊടുക്കുന്നു. ഇത് രണ്ടും മൂവ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ അവിടെ XZ പ്ലെയിനിലായിരിക്കും അവിടെ മൂവ് ചെയ്യുന്നത്. അത് ഇവിടെ y ഏതെടുക്കുന്നോ ആ ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് അതും പറയാവുന്നതാണ്. അതും വളരെ എളുപ്പമാണ്. അടുത്ത പറയുന്നത് Z1 കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ട് ഇത് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് Z1 കോൺസ്റ്റൻ്റ് ആകുമ്പോൾ XY പ്ലെയിനിലാണ്. ഇവിടെ ഏതാ XY പ്ലെയിനിൽ ചെയ്യുന്നതായിരിക്കും. നമുക്കിത് നോക്കി നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും. ഈ ചാർട്ട് നോക്കി നമുക്കിങ്ങനെ പറയാം. if 2 coordinates are fixed and 1 coordinate is changed, the point moves parallel to one of the coordinate axes. If 1 coordinate is fixed and 2 coordinates are changed, the point moves parallel to one of the coordinate planes. The distance of this plane from the coordinate plane is the absolute value of fixed coordinate എന്ന് പറയാം. ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് ആക്ടിവിറ്റി 12.3 ആണ്. 12.3 എന്ന് പറയുന്നത് ബോക്സ് എന്നാണ്. നമുക്ക് എങ്ങനെ 3D ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഓപ്പൺ 3D ഗ്രാഫിക്സ് വ്യൂ 3Dക്കകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് 3D ഗ്രാഫിക്സ് കിട്ടും. അതിന് മുമ്പ് ഡു ദ ഫോളോ ഇനിഷ്യൽ സെറ്റിങ്സ് കൊടുക്കുക. ഓപ്ഷൻ പോയി ലേബലിംഗ് ന്യൂ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അത്രയും നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് വ്യൂവിൽ പോയി 3D ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതേപോലെ അതിൻ്റെ 3D വരും. ഇതിന് അടുത്ത ഇനിഷ്യൽ സെറ്റിങ്സ് പറയുന്നത് നമ്മൾ ഓപ്ഷനിൽ പോയി ലേബലിംഗ് ന്യൂ ഒബ്ജക്ട്സ് എന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ X ആക്സിന് Y ആക്സിന് അതിൻ്റെ 3D ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. In the graphics view, draw the rectangle using polygon tool whose vertices are -1 0 2 0 2 2 -1 2. ഇത് ഉപയോഗിച്ച റെക്റ്റാങ്കിൾ അതായത് ഗ്രാഫിക്സ് വ്യൂവിലാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് -1 0. ഇതാണ് -1. ഞാൻ ടൂൾ എടുത്തിട്ട് ഇത് -1 0. അടുത്ത പറയുന്നത് 2 0. അടുത്തത് 2 2. അടുത്തത് -1 2. ഒരു പോളിഗൺ. അപ്പോൾ ഇതനുസരിച്ച് ഇവിടെ നമുക്കതിൻ്റെ ഒരു 3D കാണാൻ പറ്റും. എന്നിട്ട് നമ്മുടെ പറയുന്നത് ഇതിനെ നമ്മളിനി we can see this rectangle 3D graphics കാണാൻ പറ്റും using extrude tool prism or cylinder tool ക്ലിക്ക് ചെയ്ത് അതായത് ക്ലിക്ക് ചെയ്യുന്ന 3D ഗ്രാഫിക്സിലെ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് ചോദിക്കാം. നമുക്ക് ഹൈറ്റ് 4 എന്ന് കൊടുക്കാം. എന്നിട്ട് ക്ലിക്ക് ഓക്കെ കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ ഇന്നുമാണ്. അപ്പോൾ ഇവിടെ 3Dയിൽ ക്ലിക്ക് ഇതെല്ലാം 2D ടൂൾസാണ്. നമ്മൾ 3Dയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ 3D ടൂൾസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇവിടെ പോയാൽ കാണാവുന്നതാണ് എക്സ്ട്രൂഡ് ടു പ്രിസം
എന്ന് പറയുന്ന ടൂൾ എടുത്ത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ചോദിക്കും, അത് 4 കൊടുക്കാൻ പറഞ്ഞ് 4 കൊടുക്കും. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇതിന് ബേസ് ചെയ്തുള്ള ഒരു 3D ഫിഗറായ ഒരു റെക്റ്റാങ്കുലർ പ്രിസം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിക്കുകയൊക്കെ റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇനി പറഞ്ഞേക്കുന്നത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി പ്രിസം. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി പ്രിസം സോ ദാറ്റ് ഈച്ച് വെർട്ടിസസ്. ആദ്യം ഇതിൻ്റെ നമുക്ക് ആദ്യം നമ്മൾ നിർമ്മിച്ച ഈ പ്രിസത്തിൻ്റെ വെർട്ടിസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം 4 വരെയുള്ളൂ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അറിയാം ഇത് ഇസഡിൻ്റെ നെഗറ്റീവ് പാർട്ടിലോട്ട് വരുന്നില്ല, ഇസഡ് ആക്സിസിൻ്റെ നെഗറ്റീവ് പാർട്ടിലോട്ട് വരുന്നില്ല. അപ്പോൾ അത് ഈ ഒന്നെങ്കിൽ അത് ആക്സിസിലായിരിക്കും അല്ലെങ്കിൽ അത് പ്ലെയിനിലായിരിക്കും, XY പ്ലെയിനിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് നമ്മളെ പോയിന്റ് ഇത് എടുത്തിരിക്കുന്നത് ഇതാണ് 4 പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ താഴത്തെ 4 വെർട്ടിസസ് കിട്ടും. കാരണം അതിൻ്റെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും മതി, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ വെർട്ടിസസ് ഏതാണ്. പിന്നെ ഇത് ആക്സിസ് ആയതുകൊണ്ട് നമുക്ക് ഈ പോയിന്റ് 2 0 ആണ്. 2 0 ആയതുകൊണ്ട് അതിലൂടെ 0 കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെ ഇസഡ് പാർട്ട് അതിനകത്ത് വരുന്നില്ല, ഇസഡ് നെഗറ്റീവ് പാർട്ട് വരാത്തതുകൊണ്ട് നമുക്ക് 0 0 അവിടെ 0 കൊടുത്താൽ മതി. അപ്പോൾ ഈ 4 പോയിന്റ് കൂടെ 0 കൊടുത്താൽ നമുക്ക് അതിൻ്റെ വെർട്ടിസസ് എഴുതാം. ബാക്കി 4 എഴുതുന്നത് നമുക്കിവിടെ അത് ഈ ഷോ ലേബൽ കൊടുക്കുക. ഷോ ലേബൽ എന്ന് പറയുമ്പോൾ അതിനെ ഓരോന്നിനെയും ഓരോ അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതാണ് ആ വെർട്ടിസസിൻ്റെ പേരാണ് ഷോ ലേബൽ കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം, ഇവിടെ നെയിം ആൻഡ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാറുണ്ട്. അതിൻ്റെ 204 ആണ്. ഈ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ എല്ലാം ഈ പോയിന്റിൻ്റെ കൂടെ എല്ലാം 4 ചേർത്ത് പറഞ്ഞാൽ മതി. അടുത്തത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ഇവിടെ ഇത് 4 ആണ്. കാരണം മുകളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആ 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയും നമുക്കതുപോലെ കൊടുക്കുമ്പോൾ 4 കിട്ടും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ 4 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് ഉണ്ട്, ഇതിൻ്റെ കൂടെ ഈ 4 പോയിന്റിൻ്റെ കൂടെ 4 ചേർത്ത് പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലും സെക്കൻഡ് ആക്ടിവിറ്റിയിലും പറഞ്ഞു ഇസഡിൻ്റെ മുകളിലോട്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഇസഡിൻ്റെ അതായത് പോസിറ്റീവ് പാർട്ടിലുള്ളതാണ്. പോസിറ്റീവ് പാർട്ട് ഈ ഡിസ്റ്റൻസ് 4 ആയതുകൊണ്ട് ഈ കോർഡിനേറ്റ്സ് എഴുതാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ നമ്മൾ ആദ്യം എടുത്ത ആ കോർഡിനേറ്റ്സിൻ്റെ കൂടെ ഇസഡ് കോർഡിനേറ്റ് ആയിട്ട് 4 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറഞ്ഞ ഇതാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് എ പ്രിസം സോ ദാറ്റ് ഈച്ച് വെർട്ടിസസ് ലൈസ് ഡിഫറെൻറ്റ് ഒക്ടൻ്റ് കൺസ്ട്രക്ട് ദ പ്രിസം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഒരു വിൻഡോ എടുക്കുകയാണ്. നമുക്ക് ആ 3Dയിലെ ഓരോ ഒക്ടൻറ്റിലും വരുന്ന കോർഡിനേറ്റ്സിൻ്റെ ആ സ്റ്റൈൽ എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 3 1 2 ആകുമ്പോൾ ഇവിടെ ഇൻപുട്ടിൽ കൊടുത്താൽ മതി. ഞാൻ ഈ 4 താഴത്തെ 4 ഈ താഴത്തെ ഒക്ടൻറ്റിലെ നമുക്കറിയാം 5 6 7 8 എന്ന് പറയുന്ന ഓക്ടൻറ്റിലെ 4 പോയിന്റാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് ഞാൻ എഴുതാൻ പോകുന്നത് 3, 1, -2. ഇപ്പോൾ ഇസഡിനെല്ലാം മൈനസ് ആയിരിക്കും താഴോട്ടായതുകൊണ്ട്. അടുത്തതെന്ന് പറയുന്നത് 3, -1, -2. -3, -1, -2. -3, -1, -2.
ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് 4 ഒക്ടൻറ്റിലെയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 4 ഒക്ടൻ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. ഇവിടെ ഇതാണ് റെക്റ്റാങ്കിൾ ടൂൾ. ഇവിടെ ഇതെടുത്തുകൊണ്ട് പോളിഗൺ ടൂൾ എടുത്ത് ഞാൻ ഇതിനെ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഇതിപ്പം 3 വെർട്ടെക്സിലുള്ള 4 ഒക്ടൻറ്റിലായിട്ടുള്ള പോയിന്റ് ആയിട്ട് വന്ന് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും 4 ഒക്ടൻറ്റിനകത്ത് കിടക്കുകയാണ്. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിസം ഫോം ചെയ്യാൻ പറഞ്ഞേക്കും. അപ്പം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വെർട്ടിസസ് എന്ന് പറയുന്നത് മുകളിലുള്ള ഒക്ടൻറ്റി വരണം. അതിനുവേണ്ടി നമ്മുടെ പ്രിസം ഇവിടെ പോയി എക്സ്ട്രൂഡ് ടു പ്രിസം എന്ന് പറയുന്ന ടൂൾ എടുത്ത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഹൈറ്റ് നമുക്ക് ഞാൻ 5 കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. എന്നിട്ട് ഈ വെർട്ടിസസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൈറ്റ് വരുന്നത് 3 ആണ്. ബാക്കി ഇത് താഴത്തെ പോലെ തന്നെയാണ്. ഇവിടെ വരുന്നത് ഇനി 3 ആണ്. അപ്പം ഇതിൻ്റെ കൂടെ എല്ലാം 3 ചേർത്ത് പറഞ്ഞാൽ മതി. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ടൈപ്പ് ഇവിടെ ചെയ്ത് നോക്കിയാൽ മതി. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഓരോ പോയിന്റും ഇങ്ങനെ കണ്ടുപിടിക്കുക. 4 പോയിന്റ്. ഫസ്റ്റ് ഒക്ടൻ്റാണ്, ഇത് സെക്കൻഡ് ഒക്ടൻ്റാണ്, ഇത് നമുക്ക് തേർഡ്, ഇത് ഫോർത്ത് എന്ന് പറയാൻ പറ്റും. നമുക്ക് നേരത്തെ നമ്മൾ ആക്ടിവിറ്റിയിൽ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന എല്ലാ വെർട്ടിസസും, ഈ 8 വെർട്ടിസസും ഇതിൻ്റെ 8 ഒക്ടൻ്റിൽ കിടക്കുകയായിരിക്കും. ഇങ്ങനെ ഫോം ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇത് ഇഷ്ടമുള്ള നമ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരേ നമ്പർ എടുത്ത് അതിന് സൈൻ മാറ്റി കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഓരോ സൈഡും ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിവിടെ ടൂളുണ്ട്, നെറ്റ് ടൂൾ എന്ന് പറയും. ഈ നെറ്റ് ടൂളിൽ പോയിട്ട് ഈ പ്രിസത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആ സൈഡ് ഓരോന്നും എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. അതിന് ബേസ് ചെയ്ത് അതിൻ്റെ ആ സൈഡ് അനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് ടൂൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു സൈഡ് ഇത് നീക്കിയാൽ ഇത് നമുക്ക് ഇതിനെ വീണ്ടും ആ ഫോമിലോട്ടാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കും. 0 ആകുമ്പോൾ അത് ഇതിലിങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ 2D വ്യൂ വരുന്നത്. അതിൻ്റെ ഓരോ നമ്മൾ 0 1 ആകുമ്പോഴത്തേക്കിൻ്റെ 2D വ്യൂ വരുന്നത്. അതിന് നമ്മൾ ആ സ്ലൈഡർ നീക്കി വീണ്ടും അതേ ഫോമിലാക്കി മാറ്റാൻ പറ്റും. അതിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ എഴുതാൻ അത് എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 12.3 എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി 12.4 ആണ്. എന്ന് പറയുന്നത് സെക്ഷൻ ഓഫ് എ ലൈൻ ബൈ എ കോർഡിനേറ്റ് പ്ലെയിൻസ് എന്നാണ്. അവിടെ ഒരു അപ്ലെറ്റ് തന്നിരിക്കുന്നത് ML 12.4 എന്ന് പറയുന്ന അപ്ലെറ്റാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും 6 സ്ലൈഡേഴ്സാണുള്ള X1 Y1 Z1 X2 Y2 Z2 എന്ന് പറയുന്നത്. പിന്നെ AB എന്ന് പറയുന്ന ലൈനുണ്ട്, ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ഈ X1 Y1 Z1 X2 Y2 Z2 എന്ന് പറയുന്നത്. പിന്നെ വി ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് A ആൻഡ് B യൂസിങ് സ്ലൈഡർ. എയും ബിയും നമുക്ക് ചേഞ്ച് ചെയ്യാം സ്ലൈഡർ ഉപയോഗിച്ച്. പിന്നെ അതുപോലെ AB എക്സ്റ്റൻഷനെ കാണിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനും വേണ്ടി ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ഇതാണ് ഇതിനകത്ത് ആ അപ്ഡേറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അപ്ഡേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്ഡേറ്റ് 12.4 ആണ്. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത്രയും കാര്യം, ഇത് ചെക്ക് ബോക്സ് ഉണ്ട് 4 6 സ്ലൈഡേഴ്സ് ഉണ്ട്, പിന്നെ ട്രാൻസ്പെറൻസി ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ ഓരോന്നിനും നമുക്ക് ആക്സസ് നെയിം കാണാൻ പറ്റും. അത് കോർഡിനേറ്റ് പ്ലെയിൻ കാണാം,
അതുപോലെ ഒക്ടൻ്റ് നെയിം കാണാം. ഇതതിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇത് പിന്നീട് മതി നമുക്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഓരോന്നും കാണാൻ പറ്റും. ഇതിപ്പം ഫസ്റ്റ് ഒക്ടൻ്റ്, ഇത് സെക്കൻഡ്, എല്ലാ ഒക്ടൻ്റും കാണാൻ പറ്റും. ഇത് നമ്മൾ ചോദിച്ചേക്കുന്ന കാര്യം ഇതാണ്: അഡ്ജസ്റ്റ് ദ വാല്യൂസ് ഓഫ് സ്ലൈഡേഴ്സ് സോ ദാറ്റ് എ ആൻഡ് ബി ഡു നോട്ട് കോൺസൈഡ് ആൻഡ് ബോത്ത് ലൈ ഇൻ ദ ഫസ്റ്റ് ഒക്ടൻ്റ്. എ ബിയും കോൺസൈഡ് ചെയ്തത് ഫസ്റ്റ് ഒക്ടൻ്റിലും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം. ഫസ്റ്റ് ഒക്ടൻ്റ് ആകുമ്പോൾ ആൾ പോസിറ്റീവാണ്. ഇവ നെഗറ്റീവായിട്ട് കിടക്കുന്ന ഇത് രണ്ടും പോസിറ്റീവായി കൊടുത്താൽ മതി. നോക്കിയാൽ മനസ്സിലാവും, ഇത് ഫസ്റ്റ് ഒക്ടൻ്റിൽ മാത്രം കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കറിയാം, എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒക്ടൻ്റ് തന്നെയാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ് എനി വൺ സൈഡ് സോ ദാറ്റ് വൈ സെഡ് പ്ലെയിൻ ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എ ആൻഡ് ബി ഇൻറ്റേർണലി. വൈ സെഡ് പ്ലെയിനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. വൈ സെഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്, ഇതാണ് വൈ സെഡ് പ്ലെയിൻ. ഈ വൈ സെഡ് പ്ലെയിൻ ഇതാണ്. ഈ പ്ലെയിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് ഒരു സ്ലൈഡർ മാറ്റിക്കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എക്സ് നെഗറ്റീവ് ഒക്കെ മതി. അപ്പോൾ അത് സെക്കൻഡ് ഒക്ടൻ്റ് വരും. ഞാൻ എക്സ് നെഗറ്റീവ് ആക്കുന്നു. ഇത് നോക്കിയാൽ മനസ്സിലാവും, ഇത് ഈ പ്ലെയിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഉണ്ടോ? ഇപ്പോൾ ഈ പ്ലെയിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ പോയിന്റ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഫസ്റ്റ് ഒക്ടൻ്റിലും ഒരെണ്ണം സെക്കൻഡ് ഒക്ടൻ്റിലും കിടക്കുകയാണ്. അപ്പം പ്ലെയിൻ നടുക്കൂടെ പോകുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് വൈ സെഡ് പ്ലെയിനാണ്. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് ഇൻറ്റേർണലി എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് സെയിം ആയിരിക്കണം. ഇനി എക്സ്റ്റേണലി നമുക്ക് കാണണമെങ്കിൽ ഇത് അടുത്ത പ്ലെയിനിലോട്ട് പോയി, അപ്പോൾ ഇസഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻറ്റ് സൈൻ ആയിരിക്കും. അങ്ങനെയാണ് ഇൻറ്റേർണലി എക്സ്റ്റേണലി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. അഡ്ജസ്റ്റ് സൈഡേഴ്സ് സോ ദാറ്റ് എക്സ് വൈ ആൻഡ് വൈ സെഡ് പ്ലെയിൻ ഡിവൈഡ് ദ ലൈൻ സെഗ്മെൻറ്റ് എ ബി ഇൻറ്റേർണലി. അപ്പോൾ ഞാനിതൊന്ന് ഇസഡ് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നത് അടുത്ത പ്ലെയിനിലോട്ട് പോയി. അപ്പോൾ ഈ രണ്ട് പ്ലെയിനെയും ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എക്സ് വൈ പ്ലെയിനുമാണ്, നമുക്കറിയാം. ഇത് വൈ സെഡ് പ്ലെയിനുമാണ്. അപ്പോൾ വൈ സെഡ് പ്ലെയിനിനെയും എക്സ് വൈ പ്ലെയിനിനെയും വൈ സെഡ് പ്ലെയിനിനെയും ഇത് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത പറയുന്നത് അഡ്ജസ്റ്റ് സൈഡേഴ്സ് സോ ദാറ്റ് ഓൾ ദ കോർഡിനേറ്റ്സ് പ്ലെയിൻ ഡിവൈഡ് എ ബി ഇൻറ്റേർണലി. എല്ലാ കോർഡിനേറ്റ് പ്ലെയിനെയും ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഈ ഇതിൻ്റെ സൈഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇത് എക്സ് വൈ പ്ലെയിനും വൈ സെഡ് പ്ലെയിനെയും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാനിവിടെ ഇതൊന്ന് നെഗറ്റീവായി കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ പറ്റും, ഇത് ഈ പ്ലെയിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ പ്ലെയിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ പറയുന്ന ഈ പ്ലെയിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാ പ്ലെയിനെയും ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം നമുക്കിങ്ങനെ ഈ സ്ലൈഡർ മാറ്റി നമുക്ക് ഇതേപോലെ ഈ പോയിന്റുകളെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ പ്ലെയിൻ്റെ ഡിവിഷനാണ് ഈ രണ്ട്. ഒരു ലൈൻ സെഗ്മെൻറ്റ് ഈ പ്ലെയിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇൻറ്റേർണലി എക്സ്റ്റേർണലി. ഇൻറ്റേർണലി ആകുമ്പോൾ വിശദമായിട്ട് പറയാൻ എൻ്റെ ഒബ്സർവേഷനകത്ത് പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ ലൈ ഓൺ ഡിഫറൻറ്റ് സൈഡ്. ഒരു ഹാഫ് പ്ലെയിൻ, ഒരു പ്ലെയിൻ്റെ അപ്പുറം ആണെങ്കിൽ ഓഫ് എ കോർഡിനേറ്റ് പ്ലെയിൻ, ദെൻ ഇസഡ് കോർഡിനേറ്റ് ഓഫ് ദി പ്ലെയിൻ ആർ Z coordinates of the points are of different sign, then xy divides AB internally. ഇപ്പോൾ എക്സ് വൈ പ്ലെയിനെയാണ് അതിൻ്റെ അപ്പുറമായിട്ട് കിടക്കുകയായിരിക്കും നമുക്കറിയാം ഈ പ്ലെയിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും, അതിനെ നമ്മൾ ഇൻറ്റേർണലി എന്ന് പറയാം. പക്ഷേ ഈ ഇസഡ് കോർഡിനേറ്റ് സെയിം ആയാൽ അത് എക്സ്റ്റേണലി എന്ന് പറയാം. ഇത് coordinates of Z coordinates are of same sign, then point lie
ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി XY പ്ലെയിൻ ആൻഡ് ഡിവിഷൻ ഈസ് എക്സ്റ്റേണൽ എന്ന് പറയും. അതുപോലെയാണ് ഇഫ് XY ആൻഡ് YZ പ്ലെയിൻ ഡിവൈഡ് AB ഇന്റേണലി ദെൻ Z കോർഡിനേറ്റ് ആസ് വെൽ ആസ് S കോർഡിനേറ്റ് ആർ ഓഫ് ഡിഫറെൻറ്റ് സൈഡ്. ഇപ്പോൾ രണ്ട് പ്ലെയിന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റേണലി ആണെങ്കിൽ അതിൻ്റെ S കോർഡിനേറ്റും Z കോർഡിനേറ്റും ഡിഫറൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ട് കണ്ടു. ഇവിടെ Z കോർഡിനേറ്റ് -4ഉം ഇവിടെ 1ഉമാണ്. അതുപോലെ S കോർഡിനേറ്റ് അതിൻ്റെ 2 - അപ്പോൾ അതിൻ്റെ ആ S കോർഡിനേറ്റും Y കോർഡിനേറ്റ് Z കോർഡിനേറ്റും അത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ടില്ലാത്ത Y ആണ്, കോമൺ ആയിട്ടുള്ളത് Y ആണ്. അപ്പോൾ കോമൺ ആയിട്ട് അല്ലാത്ത Xഉം Zഉം ആണ്. അതുകൊണ്ട് അതിൻ്റെ സൈൻ ഡിഫറൻറ്റ് സൈൻ ആയിരിക്കും. ഇനി നമുക്കപ്പം ഇവിടെ XYയും XZഉം ആയിരുന്നെങ്കിൽ അവിടെ ഈ Y കോർഡിനേറ്റും Z കോർഡിനേറ്റിൻ്റെ സൈൻ ഡിഫറൻ്റ് ആയി വരും. ഇനി ആൾ ദ കോർഡിനേറ്റ്സ് പ്ലെയിൻ ഡിവൈഡ് ദ ലൈൻ ജോയിനിങ് ഇന്റേണലി. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും Xൻ്റെയും Yയുടെയും Zൻ്റെയും കോർഡിനേറ്റ് ഡിഫറൻറ്റ് സൈൻ ആയിരിക്കും. അതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ 3 - 4 ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ആക്ടിവിറ്റി നമുക്ക് തന്നിരിക്കുന്നത്.